ഇത് തരുൺ ആദ്യമേ പറഞ്ഞു സിനിമയിലില്ല ഈ പാട്ട്. അപ്പൊ എന്തെങ്കിലും തോന്നിയോ? അത് എനിക്ക് ശീലമാണ്. എന്റെ ആദരാഞ്ജലി എന്നുള്ള പാട്ട് സിനിമയിലില്ല, ഇല്ലുമിനാറ്റി സിനിമയിലില്ല. സിനിമയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇറക്കുമല്ലോ സിനിമയ്ക്ക് മുമ്പേ ഇറക്കില്ല. ആവേശത്തിലെ ജാഡ എന്നുള്ള പാട്ട് എടുത്താലും ഇല്ലുമിനാറ്റി എടുത്താലും ഒക്കെ ഫാൻ ആന്തംസിന് പറ്റിയത്. ഇപ്പൊ ജാഡ എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവിന്റെ പാട്ടായി. ആര് തിരിച്ചു വന്നാലും, 2 കളി തോറ്റ ഒരു ടീം തിരിച്ചു വന്നാലും, മെസ്സി തിരിച്ചു വന്നാലും, റൊണാൾഡോ വന്നാലും ആർക്കും ഇതിടാം. അപ്പൊ നമ്മള് ചെറുതിലെ മുതലേ എനിക്ക് പാട്ട് എഴുതാൻ തുടങ്ങുന്ന പോലെ കൊതിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം, ലാലട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം, മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യണത് സംഭവിക്കാൻ അതിൻ്റെതായ സമയം എടുത്തു. പിന്നെ ആക്ടേഴ്സ് നമ്മുടെ പാട്ട് ലിപ്പ് ചെയ്ത് പാടുമ്പോൾ കിട്ടുന്ന ഫീല് വളരെ സ്പെഷ്യലാണ്. അത് പക്ഷെ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മലയാളത്തിൽ പ്രത്യേകിച്ച് ലിപ്സിംഗ് ഉള്ള പാട്ടുകൾ തന്നെ നമുക്ക് കൊതിച്ചാൽ പോലും പലപ്പോഴും മൊണ്ടാജ് സോങ്സ് ആണ് ഇപ്പൊ സിനിമ വരുന്നതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു പാട്ട് വീണ് കിട്ടുക, ഇത് രണ്ടും കൂടെ. ലാലട്ടന്റെ കുറെ സിനിമകളിൽ ഈ കഴിഞ്ഞ കുറെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്തു. ദൃശ്യം 2 ആണെങ്കിലും 12th മാൻ ആണെങ്കിലും ജിത്തു ജോസഫിന്റെ കുറെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തു. അതല്ല ലാലട്ടൻ ഡയറക്ട് ചെയ്ത ബാരോസിലും ബ്രോഡാഡിയിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ലിപ്പ് ചെയ്തൊരു പാട്ട് വരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് കൊണ്ടാട്ടം എന്നുള്ള പാട്ട്. അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു, ലിപ്പ് ചെയ്യുന്നു. അപ്പോ ഇത് തരുൺ ആദ്യമേ പറഞ്ഞു സിനിമയിലില്ല ഈ പാട്ട്. അപ്പൊ എന്തെങ്കിലും തോന്നിയോ? അത് എനിക്ക് ശീലമാണ്. എന്റെ ആദരാഞ്ജലി എന്നുള്ള പാട്ട് സിനിമയിലില്ല, ഇല്ലുമിനാറ്റി സിനിമയിലില്ല. സിനിമയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇറക്കുമല്ലോ സിനിമയ്ക്ക് മുമ്പേ ഇറക്കില്ല. സിനിമയ്ക്ക് മുമ്പ് ഇറക്കിയ എന്താ പ്രൊമോ സോങ് പിന്നെ സിനിമ കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത്. ഈ സിനിമയുടെ പ്രൊമോഷൻ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ച് ഒതുക്കി, കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ച്. അപ്പോൾ വേറൊരു മൂഡിലാണ് പ്രൊമോഷൻ പോകുന്നത്. ഇപ്പോഴേ കൊണ്ടാട്ടം ഇറക്കിയിട്ട് ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സിനിമ കഴിഞ്ഞുള്ള ഞായറാഴ്ചയെങ്കിലും, വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞായറാഴ്ചയെങ്കിലും ഒന്ന് ഇറക്കണം പ്ലീസ്, അല്ലെങ്കിൽ പിന്നെ വച്ചിട്ടിരുന്ന കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിമ ഇറങ്ങാൻ വേണ്ടി, സിനിമ ഹിറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹിറ്റായി കഴിയുമ്പോൾ ഒരു സെലിബ്രേഷൻ സോങ് ആവും. പ്രൊമോ സോങ് മാറി പിന്നെ സക്സസ് സെലിബ്രേഷൻ സോങ്ങിന്റെ മൂഡിലായിരിക്കും ആൾക്കാർ കാണുക. പിന്നെ ഈ സിനിമ ആദ്യം ജനുവരിയിൽ ഇറങ്ങാൻ ഇരുന്നിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടായി. ആ ഡിലേ ആക്ച്വലി ഈ പാട്ടിനെ ഹെൽപ്പ് ചെയ്തു. ഈ പാട്ട് നമുക്കൊന്ന് ഫൈനൽ ചെയ്യാനും പിന്നെ അത് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യില്ലായിരുന്നു, ഒരു ലിറിക് വീഡിയോ മാത്രം വന്നേനെ. ഇതിപ്പോ ലാലട്ടനൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് 2 ദിവസം അതിന്റെ ഷൂട്ടിന് വരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എറണാകുളത്തിന് ഒരു ഫ്ലോറിലാണ് എല്ലാവരും കൂടെ, ശോഭന മാം, NG ശ്രീകുമാർ, പിന്നെ എൻ്റെ ക്രൂ അതിനകത്ത് ഞാനും തല കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഷോട്ടിൽ. അപ്പൊ ജെയ്ക് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ അങ്ങ് സംഭവിച്ചു. അതെ, ആദ്യം ഇറങ്ങാതിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഹെയ്റ്റ് വന്നു. സിനിമയ്ക്ക് സെയിൽ ചെയ്യാനുള്ള വാല്യൂ ഇല്ല എന്നൊക്കെ തുടങ്ങിയിട്ടില്ല. അവിടെ നിന്നാണ് പിന്നീടുള്ള വരവ്. ആ സമയത്ത് പോലും ഇല്ലുമിനാട്ടിയിലെ വരികള് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ BGM ആയിട്ട് പോലും. ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? ലൈക്ക് ഒരു സമയത്ത് ചെയ്തു വെച്ച വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ആളുകൾക്ക് ടാഗ് ലൈൻ ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഫീലില്ലേ? അത് ആവേശം ചെയ്തതിന്റെ ഒരു ബോണസാണ്. ആവേശത്തിലെ ജാഡ എന്നുള്ള പാട്ട് എടുത്താലും ഇല്ലുമിനാറ്റി എടുത്താലും ഒക്കെ ഫാൻ ആന്തംസിന് പറ്റിയത്. ഇപ്പൊ ജാഡ എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവിന്റെ പാട്ടായി. ആര് തിരിച്ചു വന്നാലും, 2 കളി തോറ്റ ഒരു ടീം തിരിച്ചു വന്നാലും, മെസ്സി തിരിച്ചു വന്നാലും, റൊണാൾഡോ വന്നാലും ആർക്കും ഇതിടാം. അപ്പൊ ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ഇപ്പോ ഈ ട്രോൾസ് ഉണ്ടാക്കുന്നവരും ഈ റീൽസ് ഉണ്ടാക്കുന്നവരും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ്. അപ്പൊ അവരിത് വേറെ രീതിയിൽ പ്ലേസ് ചെയ്ത് കാണുമ്പോൾ ഇതിങ്ങനെയും അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇത് ഇപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, നേരത്തെ ചിന്തിച്ചിട്ടില്ല. ഇതിപ്പോ എഴുതുമ്പോൾ തന്നെ ഇതിന് അങ്ങനെ റീല് വരും, ഇങ്ങനെ റീല് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ അതിന്റെ റിസൾട്ട്.